ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിയും കാഞ്ചനയും കൂടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കാഞ്ചന ഓടി വന്ന് പറയാണ്, അമ്മേ എന്തായാലും ഇവർ നാലുപേരും കൂടെ എവിടെയെങ്കിലും പോയതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രഭ പറയുന്നുണ്ട്, എടി അതിന് ഗൗതമാണെങ്കിൽ എറണാകുളത്ത് എവിടെ മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞല്ലേ പോയത്. അമ്മ അതൊക്കെ അവൻ വെറുതെ കള്ളം പറയുന്നതായിരിക്കും, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇവർ നാലുപേരും കൂടെ കറങ്ങാൻ പോയത് തന്നെയാണ്. ഇല്ലെങ്കിൽ പിന്നെ നാലുപേരും കൂടെ എവിടെ പോകാൻ? സ്കൂളിൽ ചെന്നപ്പോൾ എക്സ്കർഷൻ എന്ന് പറഞ്ഞൊരു സംഭവവും ഇല്ല. ഞങ്ങളറിയാതെ ബാക്കി എല്ലാവർക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയായിരിക്കും അമ്മേ. നമ്മൾ മാത്രം വിഡ്ഢികളായിപ്പോയി. അപ്പോൾ പെട്ടെന്ന് പ്രഭാവതി പറയുന്നുണ്ട്, ഞാനിത് എന്തായാലും കണ്ടുപിടിക്കും, ഇങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ, നീ ഗൗതമിനെ ഒന്ന് വിളിക്ക് എന്നും പറഞ്ഞിട്ട് പ്രഭാവതി തന്നെ ഫോൺ എടുത്ത് ഗൗതമിനെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ അർജുനെ വിളിച്ചമ്മേ, അവൻ്റെ ഫോണും സ്വിച്ച് ഓഫാണ്. ഇതെന്തോ ഇത് ഇവർ തമ്മിൽ പ്ലാനിങ് തന്നെയാണ് എന്ന് പറഞ്ഞ്, അപ്പോൾ ഇതെന്തായാലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നായി രണ്ടുപേരും. ഇവിടെ മത്സരം, അടുത്ത ലാസ്റ്റ് മത്സരമാണ്, സൈക്ലിങ്ങിൻ്റെ മത്സരം തുടങ്ങാനുള്ള സമയമെല്ലാം ആയിട്ടുണ്ട്. അങ്ങനെ മത്സരം തുടങ്ങാനായിട്ട് ആങ്കറെ വിളിച്ച് പറയുന്നുണ്ട്, എല്ലാവരും ഭർത്താക്കന്മാരുടെ സൈക്കിളിൻ്റെ മുന്നിലേക്ക് കയറിക്കോളൂന്ന്. അങ്ങനെ കയറി സ്റ്റാർട്ട് പറയുന്നുണ്ട്. സ്പീഡിൽ ഓടുവാണ്, ചവിട്ടി ഏകദേശം 5 കിലോമീറ്ററോളം ഓടിക്കണം. ഏകദേശം പകുതിയാകുമ്പോൾ തന്നെ അവിടെ അർജുനും മീനുവും ഫ്രണ്ടിലായി, തൊട്ട് ബാക്കിൽ ഗൗതമും അഖിലയും തൊട്ട് ബാക്കിലുണ്ട്. അപ്പോൾ മീനു പറയുന്നുണ്ട്, ഏകദേശം അവർ നമുക്കൊപ്പം ഉണ്ട്, നമുക്കിനി അവർക്ക് വിട്ടുകൊടുത്താലോ, അവർ മുന്നിലേക്ക് കയറി പോട്ടെ. അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട്, നീ തീരുമാനം മാറ്റം ഇല്ലല്ലോ അല്ലേ, അവർ ജയിച്ചോട്ടെ തന്നെ. ആണ്, അവർ തന്നെ ജയിച്ചോട്ടെ. ശരി, എന്തായാലും കുറച്ച് ദൂരോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ബാക്കിലോട്ട് ആക്കി കൊടുക്കാം, ഇവരങ്ങ് ജയിക്കുമല്ലോ എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇവിടെ വഴിക്ക് വെച്ചിട്ട് ഗൗതമും അഖിലയും കൂടെ തളരുകയാണ്. തളരാന്ന് വെച്ചാൽ അഖിലേക്ക് നല്ല നടുവേന എടുക്കുന്ന പോലെ പറയാനുണ്ട്. വണ്ടി സൈക്കിൾ നിർത്തിയിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങി വഴക്ക് തുടങ്ങി. നീ എന്താടാ എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി നീ കുഴിയിലൊക്കെ കൊണ്ടിടുന്നത്, എനിക്ക് നല്ല നടുവേദനയുണ്ടെന്ന് പറഞ്ഞ് വഴക്ക് തുടങ്ങി. എടി പൊട്ടി, നീ ഇങ്ങനെയാണോ ഈ സൈക്കിളിൽ ഇരിക്കുന്നത്? വീട്ടിൽ സോഫ സെറ്റിലിരുന്ന് വിശാലമായി ഇരിക്കും പോലെയാണോ സൈക്കിളിൽ ഇരിക്കുന്നത്? നീ അങ്ങോട്ട് നോക്കുക, ഓരോ പെണ്ണുങ്ങൾ സൈക്കിളിൽ എങ്ങനെയാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നതെന്ന്, അതുപോലെ കയറി ഇരിക്കുക അതെന്നും പറഞ്ഞിട്ട്, നീ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാനെന്ന് വരണ്ടടാ. നീ ഒരു കാര്യം ചെയ്ത്, നിന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റില്ലെങ്കിൽ നീ അങ്ങോട്ട് ഇറങ്ങ്, ഞാൻ ഓടിക്കാം, ഞാൻ വിന്നറായി കാണിച്ചു തരാം. ഓ പിന്നെ നീ വലിയ സൈക്കിളുകാരി എന്നും പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിൽ നിന്നും കൊണ്ട് വഴക്കായി, വലിയ വഴക്കാവും കേട്ടോ. അപ്പോൾ ഇവർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഗാർഡ് പുറകിൽ നിന്ന് വരുമല്ലോ, ഇവർ നടക്കുന്നുണ്ടോ, ഇറങ്ങി നടക്കുവാണോ, വിശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടുപേർ വരുമ്പോൾ ഇവർ വഴി നിന്ന് വഴക്ക് കാണാൻ കേട്ടോ. അവർ നോക്കുമ്പോൾ ഒരു നിവർത്തിയില്ല ഇവരുടെ വഴക്ക്. അവസാനം ഇവർ പിണങ്ങി സൈക്കിളും അവിടെ ഇട്ടിട്ട് തിരിച്ച് പോവുക. ഇവർ അപ്പോൾ കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കും മീനും അർജുനും നോക്കുമ്പോൾ ഇവരെ തൊട്ട് പിറകിൽ അഖിലയും ഗൗതത്തിനെയും കാണുന്നില്ല. അയ്യോ, ഇവരിത് എവിടെ പോയി, എന്തെങ്കിലും സംഭവിച്ചു കാണോ, ഇനി സൈക്കിൾ വല്ലതും മറിഞ്ഞു കാണോ, ഒന്ന് പോയി അന്വേഷിച്ചാലോ എന്ന് പറഞ്ഞാൽ അവരവിടെ സൈക്കിൾ നിർത്തുക കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അവരും വിജയിക്കില്ല, നമ്മളും വിജയിക്കില്ലല്ലോ മീനു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആ ഗാർഡ് വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചവിട്ടെ, നിങ്ങൾക്കെങ്കിലും ടൈറ്റിൽ വിന്നർ ആകാൻ കഴിയും. അവർ വരുമെന്ന് തോന്നുന്നില്ല, അവരിതേ വഴക്കൂടി രണ്ടുപേരും മത്സരത്തിൽ നിന്ന് പിന്മാറി എന്ന് പറയും. പിന്മാറിയോ? അതെ, പിന്മാറി, അവർ പോവുകയും ചെയ്തു. സമയം വൈകിട്ടില്ല, നിങ്ങൾക്കെങ്കിലും ജയിക്കാൻ പറ്റും എന്നും പറഞ്ഞിട്ട് പെട്ടെന്നാവട്ടെ അർജുൻ എന്നെല്ലാം പറഞ്ഞ് അവർ മറ്റുള്ളവരുടെ പുറകെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മീനു പറയുന്നുണ്ട്, അയ്യോ നമുക്ക് എന്തായാലും തിരിച്ചു പോയി അവരെ സമാധാനപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാം അർജുൻ. നീ എന്താ മീനു പറയണേ? അവർ പോണെങ്കിൽ പോട്ടെ, അഹങ്കാരം, അല്ലാതെ എന്താ പറയാനാ, നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചല്ലേ. പക്ഷേ അവർ എന്തിനാ ഇങ്ങനെ വഴക്കൂടെ? ഇനിയിപ്പോൾ അവരെ അവിടെ ചെന്നിട്ട് സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നാൽ ഈ മത്സരത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ? അവർക്ക് ജയിക്കാൻ പറ്റുമോ? നമുക്ക് രണ്ടുപേർക്കും, അവർക്കും ഇല്ല നമുക്കും ഇല്ല. എന്തിനാ നമ്മളുടെ വിലപ്പെട്ട സമയം നമ്മളെന്തിനാ നശിപ്പിക്കുന്നത്? അതിനേക്കാളും നമുക്ക് പോവാം ഫ്രണ്ടിലോട്ട്, അവർ ജയിക്കാൻ പോകണില്ല, അതിനെ നമ്മളും വിട്ടു കൊടുക്കണോ? അതിനേക്കാളും അതെന്ന് പറഞ്ഞുകൊണ്ട് മീനുവിനെ ഒരുപാട് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തിട്ടാണ് അർജുൻ. അപ്പോൾ മീനു പറഞ്ഞു, ഇത്രയൊക്കെ എല്ലാവരും മുന്നിൽ കടന്നു പോയില്ല അർജുൻ, ഇനി നമ്മൾ എങ്ങനെ ജയിക്കാനാണ്? നീ കയറ്, ആത്മാർത്ഥമായി പ്രയത്നിച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റും, ഇനിയും കിടക്കില്ല ദൂരമൊന്നും പറഞ്ഞിട്ട് മീനുവിനെ വെച്ചിട്ട് ആഞ്ഞ് ചവിട്ടാട്ടോ സൈക്കിള്. എന്ത് വന്നാലും അർജുനും അഖിലയും ജയിക്കാൻ പോകുന്നില്ല, അവരിനിയില്ല. അപ്പോൾ ഇവർക്ക് ജയിച്ചില്ലെങ്കിൽ ആകെ പോയില്ല കയ്യിൽ നിന്ന്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട്, സ്പിരിറ്റ് വെച്ചിട്ടാണ് അർജുൻ ഫസ്റ്റിലെത്തുക കേട്ടോ. എല്ലാവരെയും മറികടന്ന് അവിടെ ചെന്ന് എത്തി വിന്നറാവുകയാണ്. ആ ഒരു സന്തോഷത്തിലാണ്. അങ്ങനെ അവിടെ ആ മത്സരത്തിൽ സെക്കൻഡ് പ്രൈസ് വരുന്നത് വേറെ രണ്ട് പേർക്കും, അഖിലയ്ക്കും ഗൗതത്തിനുമാണ്, ഒരുപോലെയാണ്. അപ്പോൾ രണ്ടുപേർക്കും ഒരേപോലത്തെ ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രൈസിന് വിന്നറായിട്ട് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ മീനുവിനെയും അർജുനെയും തന്നെയാണ്. അവർ രണ്ടുപേരെയും വിന്നറായിട്ട് തന്നെ തിരഞ്ഞെടുത്ത് ആ ഒരു ടാഗെല്ലാം കഴുത്തിൽ കൂടെ ഉള്ളതെല്ലാം എടുത്തിട്ട് ട്രോഫി എല്ലാം കൊടുത്ത് ക്യാഷ് പ്രൈസ് എല്ലാം പ്രധാനപ്പെട്ട ആളുകളെല്ലാം വന്ന് കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ ആഘോഷമാണ്. എന്നിട്ട് ഈ സമയം നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ
നമ്മുടെ അർജുൻ പറയുന്നുണ്ട്, വെറും 4 ദിവസത്തെ ടൂറിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്ന മൂന്നാറിൽ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുത്തപ്പോഴാണ് ആദ്യത്തെ മത്സരത്തിൽ ജയിച്ചപ്പോൾ തന്നെ ഇതൊരു ടീം സ്പിരിറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളതിലും ജയിക്കണമെന്നും പിന്നെ ഞാൻ എൻ്റെ ഭാര്യയായ മീനുവിന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു, എന്തായാലും നമുക്ക് തന്നെ വിന്നർ ആവണം, ടൈറ്റിൽ വിന്നർ. ആ ഒരു വാക്ക് ഞാനിന്ന് പാലിച്ചു. തിരിച്ച് അതുപോലെ മീനുവിനോടും ചോദിക്കുന്നുണ്ട് എന്താ അനുഭവം എന്ന്. മീനുവും ഇതുപോലെയൊക്കെ തന്നെയാണ് പറയുന്നത്, അർജുൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ്, എനിക്കാണെങ്കിൽ ഡാൻസ് ഒന്നും അറിയില്ല, എല്ലാം എന്നെ പഠിപ്പിച്ചതൊക്കെ അർജുൻ തന്നെയാണ്. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സന്തോഷ നിമിഷങ്ങൾ പങ്കുവെച്ചാണ് അതെല്ലാം ക്യാമറയും ഫോട്ടോയൊക്കെ എടുത്തിട്ട് എല്ലാവരുമായിട്ട് ഗ്രാൻഡായിട്ടൊരു ആഘോഷമാണ് കേട്ടോ നടക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അഖില വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ മീനു ചെന്ന്, എടി നീ ഇങ്ങോട്ട് വന്നത് എന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണം. എന്താ ചേച്ചി? നീ വാ, എണീറ്റ് വാ, എനിക്ക് സംസാരിക്കണം. ചേച്ചി ഇവിടെ ഇരുന്നാൽ മതി, കാര്യം പറ. ഇല്ല, നിന്നോടല്ലേ പറഞ്ഞ് എനിക്ക് സംസാരിക്കാനുള്ളത്. അങ്ങനെ കൈ പിടിച്ച് വലിച്ച് കൊണ്ടുവരിക. ഇവിടെ ഗൗതത്തിൻ്റെ അടുത്ത് അർജുനൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഗൗതമാണെങ്കിൽ ഏതാണ്ട് മാസികയൊക്കെ മറിച്ച് ഇങ്ങനെ തിരിച്ച് നോക്കുകയാണ്. ഇവരെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോഴേ ഇവരെ ഒന്ന് ഉപദേശിക്കാനാണ് അവരുടെ വിചാരം. അപ്പോഴാണ് നമ്മുടെ ഗൗതം നമ്മുടെ മീനു അഖിലേനെ വലിച്ചഴിച്ചുകൊണ്ട് വരുമ്പോൾ ഗൗതം ചോദിക്കണം, എന്താ ചേച്ചി, എന്താ ഇവളെന്താ കാട്ടിക്കുട്ടിയെ? അല്ല, നിങ്ങളുടെ അവിടെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണുണ്ട്, അതിനുണ്ട് എന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് വരും കേട്ടോ. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഗൗതമും അഖിലയും വിചാരിച്ചിട്ടുണ്ടാവും ചേച്ചിയും ചേട്ടനും ജയിച്ചോട്ടെ, വേണമെങ്കിൽ ഗൗതത്തിന് മുന്നിൽ കയറാനുള്ള കഴിവൊക്കെ ഉണ്ട്, അവർ ഈ വഴക്കിട്ട് തിരിഞ്ഞു പോകുമ്പോൾ അവരൊന്നാം സ്ഥാനത്ത് എത്തുമല്ലോ എന്നുള്ളത് വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അവരും വിട്ടുകൊടുക്കണമെന്നുള്ള മനസ്സുകൊണ്ടായിരിക്കാമാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്